യെസ്, വീണ്ടും പ്രഭാത കേരളത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നമ്മുടെ കോട്ടയം കിടങ്ങൂരിന് സമീപത്തുള്ള കാവാലിപ്പുഴയിൽ, അതായത് മീനച്ചിലാറിന്റെ തീരത്തെ കാവാലി ബീച്ച് എന്നൊക്കെ അറിയപ്പെടുന്ന സ്ഥലത്ത് നിന്നാണ് ഇന്ന് പ്രഭാത കേരളം പ്രേക്ഷകരിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ ആലപ്പുഴയിലേക്ക് പോകുന്നത്. നമ്മൾ ആലപ്പുഴയിലെ വളരെ പ്രധാനപ്പെട്ട CPM രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ് നേരിട്ട് പോകുന്നത്. ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിബിൻ സി ബാബുവിനെതിരെ ഭാര്യ നൽകിയ ഗാർഹിക പീഡന പരാതിയും SDPI ബന്ധം ആരോപിച്ചുള്ള ചെങ്ങന്നൂരിലെ പ്രവർത്തകരുടെ കൂട്ടരാജിയും സ്ഥിരീകരിച്ച് CPM. ബിബിനെതിരായ പരാതികൾ പലതവണ പരിഹരിക്കാൻ ശ്രമിച്ചതാണെന്ന് വ്യക്തമാക്കുന്നതിനിടയിൽ ബിബിനിൽ നിന്നായിരിക്കും മർദ്ദനമേറ്റു എന്ന കാര്യവും നേതൃത്വം അംഗീകരിച്ചിട്ടുണ്ട്. ഇരു വിഷയങ്ങളിലും തുടർ നടപടി ഉണ്ടാകുമെന്നും CPM നേതൃത്വം വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തായാലും ഈ വിഷയത്തിൽ CPMന്റെ സ്ഥിരീകരണം ഇതുവരെ ഉണ്ടായി എന്നതാണ് അതിൽ വളരെ പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും ആ വാർത്ത കണ്ട ശേഷം മടങ്ങി വരും. ആലപ്പുഴയിലെ CPMനെ പ്രതിസന്ധികൾ ഒന്നൊന്നായി വിടാതെ പിന്തുടരുന്നതിനിടയിലേക്കാണ് ജനകീയ പ്രതിരോധ ജാഥ കടന്നുവരുന്നത്. അടുത്തിടെ പാർട്ടിയെ പിടിച്ചുലച്ച ചെറിയനാട് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിക്കെതിരെ ഉയർന്ന SDPI ആരോപണവും പ്രവർത്തകരുടെ കൂട്ടരാജിയും ജില്ലാ സെക്രട്ടറി R നാസർ സ്ഥിരീകരിച്ചു. പരാതി നിലനിൽക്കുന്നുണ്ടെന്നും ജാഥയ്ക്ക് ശേഷം ചർച്ച ചെയ്ത് പരിഹരിക്കുമെന്നും അറിയിച്ചു. അതവിടെ നമ്മൾ ചർച്ച ചെയ്ത് എന്നെ കിട്ടിയാൽ അതവിടെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചർച്ച ചെയ്തപ്പോൾ തീർക്കും. അത് പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് പരാതി ലഭിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ല പരാതി ലഭിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞില്ല. അതേസമയം കായംകുളത്തെ CPM ഏരിയ സെന്റർ അംഗവും ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റുമായ ബിബിൻ സി ബാബുവിനെതിരെ DYFI മഹിളാ അസോസിയേഷൻ ജില്ലാ നേതാവായ ഭാര്യ നൽകിയ പരാതി കീറാമുട്ടിയായി പാർട്ടിക്ക് മുന്നിൽ നിൽക്കുകയാണ്. അനാശാസ്യത്തിന്റെ പേരിൽ മകളെ മർദ്ദിച്ച് അവശയാക്കുകയും പീഡിപ്പിക്കുകയും ചെയ്യുന്നുവെന്നായിരുന്നു ലോക്കൽ കമ്മിറ്റി അംഗം കൂടിയായ അച്ഛൻ ഏരിയ ജില്ലാ നേതൃത്വങ്ങൾക്ക് നൽകിയ പരാതി നൽകി ആഴ്ചകൾ കഴിഞ്ഞിട്ടും വിഭാഗീയ ചേരിതിരിവിന്റെ പേരിൽ ബിബിനെ സംരക്ഷിക്കാൻ പാർട്ടിയിലെ ഒരു വിഭാഗം ശ്രമിക്കുന്നുവെന്ന ആരോപണം ഉയരുന്നതിനിടയിലാണ് സംഭവം ശരിവെച്ചുകൊണ്ടുള്ള നേതാക്കളുടെ പരസ്യ പ്രതികരണം. ആരെങ്കിലും ഭാര്യയും ഭർത്താവും തമ്മിൽ തർക്കം വന്നു ഒരു പ്രശ്നമായി കഴിഞ്ഞപ്പോഴത്തേക്ക് അത് സംബന്ധിച്ച് അവർക്കുണ്ടവർക്കല്ല പരാതി. അവിടെ ഒരു പരാതി ഇവിടെ തന്ന പരാതി അവിടെ പരിശോധിച്ച് അവരെ യോജിപ്പിക്കാൻ വേണ്ടി ശ്രമത്തിലേക്ക് നടന്നുകൊണ്ടിരിക്കുക. അത്ര പേരെ എല്ലാം ഇടപെട്ട് സംസാരിപ്പിച്ചത് ഞങ്ങൾ പ്രധാനമായും അതിന് പ്രാമുഖ്യം നൽകിയത് അവർ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസം കഴിയുന്നത്രോളം പരിഹരിച്ച് അവർക്കൊരു പുതിയ വീട് വെച്ച് താമസം മാറി. ഒരു മാസം മുമ്പാണ് ആ പുതിയ വീട്ടിലേക്ക് അവർ താമസം മാറി, രണ്ടാളും കൂടി. ഞങ്ങളെല്ലാം പോയിരുന്നു അവിടെ. പക്ഷെ അപ്പോഴും ഇത്രയും രൂക്ഷമാണ് ഇവർ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസമൊന്നും അന്നേരം ഞങ്ങൾക്ക് പിടികിട്ടിയിട്ടില്ല. എന്നാൽ അതിനുശേഷം പരാതിയായി ഞങ്ങളുടെ മുമ്പിൽ വന്നു. ആ പരാതി അവിടെ ചർച്ച ചെയ്തതിന് ശേഷം ഇതൊരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയില്ല എന്ന നിലപാട് പാർട്ടി സ്വീകരിച്ചിട്ടുണ്ട്. രണ്ടാളോടും അത് പറഞ്ഞിട്ടുണ്ട്, രണ്ടാളുടെയും കുടുംബാംഗങ്ങളോട് അത് പറഞ്ഞിട്ടുണ്ട്. അവർക്ക് നിയമപരമായ നടപടി സ്വീകരിക്കേണ്ടതാണെങ്കിൽ അങ്ങനെ സ്വീകരിക്കാം. ബിബിനെതിരെ കർശന നിലപാട് കൈക്കൊള്ളുമെന്ന് വ്യക്തമാക്കുമ്പോഴും അടിയന്തര പ്രാധാന്യമുള്ള പരാതിയിൽ തെളിവുകളടക്കം ലഭിച്ചിട്ടും എങ്ങനെ നടപടി വൈകുന്നുവെന്ന ചോദ്യം CPMന് മുന്നിൽ നിൽക്കുന്നു. ഇതിനു പുറമെ ലഹരിക്കടത്ത്, വിഭാഗീയത തുടങ്ങിയ വിഷയങ്ങളിലെ കമ്മീഷൻ റിപ്പോർട്ടുകളും പ്രതിരോധ ജാഥയ്ക്ക് ശേഷം അവതരിപ്പിക്കാനായി മാറ്റിവെച്ചിരിക്കുകയാണ്. ചുരുക്കം പറഞ്ഞാൽ സംസ്ഥാന നേതാക്കന്മാരുടെ പ്രതിരോധ യാത്രയ്ക്ക് ശേഷം ആലപ്പുഴയിലെ പാർട്ടിയിൽ പല നിർണായക നടപടികളും പൊട്ടിത്തെറികളും ഉണ്ടാകുമെന്ന് ഉറപ്പാണ്. ശരണ്യ സ്നേഹജൻ, News 18 ആലപ്പുഴ.